ഉടമകൾക്ക് മുഴുവൻ ആളുകൾക്കും 2 രൂപയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് ഇല്ല. കേരളത്തിന്റെ വ്യവസായ വികസന രംഗത്ത് പുത്തൻ ഉറമ നൽകി പുനരുദ്ധരിപ്പിക്കാൻ തീരുമാനിച്ച ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ നയാ പൈസ നീക്കിവെച്ചിട്ടില്ല. കേരളത്തിന്റെ വൈവിധ്യമാർന്ന കാർഷിക മേഖലയുടെ വികസനത്തിന് സഹായകരമായ നിലയിലേക്ക് ഇടതുപക്ഷം കൊണ്ടുവന്ന പ്രൊജക്ടുകളൊന്നും ഇതിന്റെ ഭാഗമായിട്ടില്ല. മാണി അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിന്റെ വികസനത്തിന് ഇടതുപക്ഷം മുന്നോട്ട് വെച്ച നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയും പരിഷ്കാരത്തെയും ആകെ തകർക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു വരുന്നത് UDFന്റെ ഒരു നയമാണ്. UDF എന്ന് പറയുന്നത് 4 വോട്ടിന്റെ സീറ്റിന്റെ അധികാരത്തിൽ വന്നിട്ട് ജനങ്ങളെ വെല്ലുവിളിച്ചു പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവാണ്. ഇതേ സ്വഭാവമാണ് വിദ്യാഭ്യാസ മേഖലയിലും സ്വീകരിക്കുന്നത്. ഞങ്ങൾ വെറുതെ സമരമായിട്ട് പുറപ്പെടുന്നല്ല, ഞങ്ങൾ വെറുതെ പ്രക്ഷോഭത്തിന് പുറപ്പെടുന്നല്ല, ഞങ്ങൾ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സഭയിക്കാരും സമരമായിട്ട് ഇറങ്ങിയതല്ല. സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ആദ്യമെടുത്ത തീരുമാനം തന്നെ എന്താ? ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തവണ ഒരു ചർച്ചയില്ല, ഒരു തീരുമാനമില്ല. ഇത്തവണ എല്ലാം അങ്ങ് നടന്നു പോയിക്കോട്ടെ, അടുത്ത തവണ ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞാൽ അതിൽ വലിയ ചതിയുണ്ടായിരുന്നു. ആ ചതി എന്ന് പറയുന്നത് ഇത്തവണ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷൻ കേരളത്തിലെ പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത, ഒരുപക്ഷെ ഈ നാട് ആഗ്രഹിക്കാത്ത, മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് ചേരാത്ത, കേരളത്തിന്റെ നിരാധിപത്യ ബോധത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഏകപക്ഷീയമായിട്ട് പ്രവേശനം നടത്തിപ്പോകുന്നതാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷൻ. അത് ഏകപക്ഷീയമാണ്. അവരുടെ കോളേജ്, അവർ തീരുമാനിക്കുന്ന ഫീസ്, അവർ തീരുമാനിക്കുന്ന പ്രവേശനം, അവരാണ് എക്സാം നടത്തുക, എല്ലാ കാര്യങ്ങളും അവരാണ് തീരുമാനിക്കുന്നത്. രക്ഷാകർത്താക്കളായ നിങ്ങൾ ആലോചിക്കുന്നത് കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥിതി ഏതെങ്കിലും സാഹചര്യത്തിൽ ഉണ്ടായിരുന്നോ? ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട്, ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ആര് കേരളം ഭരിച്ചാലും ആ ഭരിക്കുന്ന സർക്കാരുമായി ഒരു ധാരണയിൽ ഏർപ്പെടുക എന്നത് ജനാധിപത്യ സംവിധാനങ്ങളുടെ മര്യാദയുടെ ഭാഗമല്ലേ? ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ, VS അച്യുതാനന്ദൻ ആയിക്കോട്ടെ, ആര് കേരളം ഭരിക്കുന്ന ഘട്ടത്തിലും ഭരിക്കുന്ന സർക്കാരുമായിട്ട് ചർച്ചയ്ക്ക് പോലും തയ്യാറല്ല. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ധനകാര്യ സ്ഥാപനമായിട്ട് കാണണം എന്നാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷന്റെ വക്താവ് ജോർജ് പോൾ മുന്നോട്ട് വെക്കുന്ന കാര്യം. വിദ്യാഭ്യാസ സ്ഥാപനത്തെ ധനകാര്യ സ്ഥാപനമായിട്ട് കാണണം. അങ്ങനെ കാണാൻ കഴിയും? ഒരു ധനകാര്യ സ്ഥാപനത്തെ കാണുന്നത് പോലെ കോളേജുകളെ കാണാൻ കഴിയോ? അവിടെയാണ് തർക്കം. ആ വഴിയെ മറ്റു മാനേജ്മെന്റിനെ കൊണ്ടുപോകാനുള്ള നീക്കമാണ് UDF സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുക. UDF സർക്കാർ അതിനെല്ലാം സഹായം ചെയ്തു കൊടുക്കാണ്. അങ്ങനെ വന്നാൽ സംഭവിക്കുക ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മെറിറ്റ് ഉണ്ടാവില്ല. ഈ നാട്ടിലെ പാവപ്പെട്ടവരും സാധാരണക്കാരായ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, ശ്വാസ വിദ്യാഭ്യാസ രംഗത്ത് മെറിറ്റിൽ പഠിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാവും. എന്താ പോംവഴി? ഇടതുപക്ഷം ആ നിലപാടായിരുന്നില്ല സ്വീകരിച്ചത്. ഇടതുപക്ഷം ആ നിലപാടിനോട് യോജിച്ചുണ്ടായിരുന്നില്ല. കേരളത്തിന്റെ മതനിരപേക്ഷ ബോധത്തെ വെല്ലുവിളിച്ചിരുന്ന മുന്നോട്ട് പോകുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷന്റെ നിലപാട് ജനാധിപത്യത്തിന് വിരുദ്ധമാണ്, മതനിരപേക്ഷ വിരുദ്ധമാണ്. ഈ നാട്ടിലുള്ള എല്ലാ വ്യവസ്ഥാപിത മാർഗങ്ങളോടുമുള്ള ലംഘനമാണ്. ആത്മാർത്ഥതയോടെ ശക്തമായ നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചു. കോട്ടയത്ത് നാട്ടുകെട്ട് നടന്ന ചർച്ചയിൽ KM മാണിയും ഉമ്മൻചാണ്ടിയും KC ജോസഫും ജോസഫ് വാഴിക്കലും പോയിട്ട് ചില പാതിരിമാർക്ക്, ചില ബിഷപ്പുമാർക്ക് ഉറപ്പ് നൽകി. കാരണം എന്താ? നിങ്ങൾ 100% കച്ചവടം നടത്തിക്കൊണ്ടു. ഇത് ഞാൻ അടൂർ വെച്ച് പറയുമ്പോൾ ചില പിതാക്കന്മാർ ഞങ്ങളെ ആക്ഷേപിക്കുന്ന കാര്യം എന്താ ചോദിച്ചാൽ, ഈ SFIക്കാരെന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സഭയെ എതിർക്കുകയാണ്. ഒരു കാര്യം ഞാൻ തുറന്നു പറയാട്ടോ, ഞങ്ങൾക്ക് അങ്ങേയറ്റം ബഹുമാനവും ആദരവും സ്നേഹവും എല്ലാമുള്ള വിവാദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്രിസ്തീയ സഭകൾ. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ അവർ നൽകിയിട്ടുള്ള സംഭാവനകൾ അതിനിർവചനീയമാണ്. അവർ നൽകിയിട്ടുള്ള സംഭാവനകൾ മഹത്തരമാണ്. അത് ലോകത്തിന് തന്നെ മാതൃകയാണ്. പള്ളിക്കൂടങ്ങൾ ആരംഭിച്ചിട്ട് ജാതിയും മതവും വിശ്വാസവും ഒന്നും നോക്കാതെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ അത്തരം സ്ഥാപനങ്ങൾ കഴിയുമായിരുന്നു കേരളത്തിന്റെ ആദ്യ കാലഘട്ടം. അതാണിപ്പോൾ തുടരുന്നത് എന്ന് ക്രൈസ്തവ മതവിശ്വാസികൾക്ക് പോലും പറയാൻ കഴിയുമോ? എല്ലാ വിശ്വാസത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരോടാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ നാട്ടിലെ നിഷ്കളങ്കരായ യേശുവിൽ വിശ്വസിക്കുന്ന ഒരുപാട് ക്രൈസ്തവ സഭാ വിശ്വാസികളില്ലേ? ഈ നിലപാടിനോട് യോജിക്കുമോ? ഈ നിലപാട് ശരിയെന്ന് പറയാൻ കഴിയുമോ? സേവന തൽപരതയോടെ, കച്ചവട ലക്ഷ്യങ്ങളില്ലാതെ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിക്കൊണ്ടുപോയ മഹത്തായ മഹനീയമായ പാരമ്പര്യമുള്ള ഒരു സഭാ നേതൃത്വം ഇങ്ങനെ ഒരു നിലപാടാണോ സ്വീകരിക്കേണ്ടത്?
ഇങ്ങനൊരു നിലപാടാണ് സ്വീകരിക്കാൻ തയ്യാറാവേണ്ടത്. ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിലുള്ള 4 മെഡിക്കൽ കോളേജും 11 എഞ്ചിനീയറിംഗ് കോളേജും കേരളത്തിലെ എല്ലാ നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ച് ഏകപക്ഷീയമായ അഡ്മിഷനുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ നിലപാടിനോട് പരിഷ്കൃത സമൂഹത്തിന് മതനിരപേക്ഷ ബോധത്തിന് യോജിക്കാൻ കഴിയുമോ? ഈ നിലപാട് ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ സഭാ വിശ്വാസികൾക്ക് യോജിക്കാൻ കഴിയുന്ന നിലപാടാണ്. പരിശുദ്ധമായ ഇന്റർ ചർച്ച് എന്ന് പറയുന്ന ആ വാചകത്തിൽ തന്നെ ഒരു ആരാധനാലയത്തിന്റെ സ്വഭാവമുണ്ട്. ആരാധനാലയം എന്ന് പറഞ്ഞാൽ ഇത്തരം വിലപേശലിന്റെ കേന്ദ്രമാണ്, വലിയ കാശ് വാങ്ങിക്കുന്ന കേന്ദ്രമാണ്, വലിയ വിലപേശം നടത്തുന്ന കേന്ദ്രമാണ്. അങ്ങനെ ആവാൻ പാടുണ്ട്. പൊതുസമൂഹത്തിൽ മുന്നിൽ അപമാനിക്കപ്പെടുകയല്ലേ? നേരത്തെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യത ഇപ്പൊ ലഭിക്കാതെ പോകല്ലേ? എന്താ അങ്ങനെ പോകുന്നതിന് പിന്നിലുള്ള കാര്യം? ഞങ്ങൾ അവരോട് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നത് ഈ നിലപാടൊന്ന് പുനഃപരിശോധിക്കാൻ ബഹുമാനപ്പെട്ട പ്രിയങ്കരായ ചില പിതാക്കന്മാർ തയ്യാറാവണം. ചിലർ, എല്ലാവരുമല്ല, ചിലർ മാത്രം. ആ ഒരു സമൂഹത്തെ വെല്ലുവിളിക്കുക. കാരക്കോണം എന്ന് പറഞ്ഞാൽ സാമൂഹ്യമായി അടിച്ചുമർത്തപ്പെട്ട ക്രിസ്തീയ വിഭാഗങ്ങളിൽ തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരുടെ സഭയാണ് CSI സഭ. ആ സഭ നടത്തുന്ന കോളേജിലാണ് 25 ലക്ഷം മുതൽ 50 ലക്ഷം വരെ തടവിൽപ്പണം വാങ്ങിയിട്ട് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നത്. എങ്ങനെ ശരിയാവും? ബൈബിളിൽ പറയുന്നത് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള ഫീസ് വാങ്ങിക്കണമെന്നാണോ? പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് നിങ്ങൾ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചിട്ട് ഇഷ്ടമുള്ള ഫീസ് വാങ്ങിക്കണമെന്നാണോ? ഭഗവത്ഗീതയിൽ പറയുന്നത് നിങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചിട്ട് അത് വട്ടിപ്പലിശക്കാരന്റെ സ്വഭാവത്തോടെ നടത്തണമെന്നാണോ? എല്ലാ മതഗ്രന്ഥങ്ങളും ഈ സമൂഹത്തോട് ഉദ്ഘോഷിക്കുന്ന സാമൂഹ്യ സേവന തൽപരതയോടെ പ്രവർത്തിക്കുന്നതിന് വിരുദ്ധമായി കച്ചവട കേന്ദ്രങ്ങളായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാറ്റിത്തീർക്കുന്ന ഈ നയത്തിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കുമ്പോൾ അത് വിശ്വാസത്തിനെതിരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. ഒരു വിശ്വാസിയും ഞങ്ങൾ എതിർക്കുന്നില്ല, ഒരു വിശ്വാസത്തിനും ഞങ്ങൾ എതിരല്ല. SFI എല്ലാം പ്രവർത്തിക്കുന്നവർ 99% പേരും നല്ല മതവിശ്വാസികളാണ്. ഞങ്ങൾ ഒരു വിശ്വാസം എതിർക്കുന്നവരല്ല. പക്ഷേ ഈ കച്ചവടത്തെ എതിർക്കാൻ കഴിയും? ഈ കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമോ? ഈ കച്ചവടത്തെ ശരിയെന്ന് പറയാൻ കഴിയുമോ? പാവപ്പെട്ടവരായ ഈ അടൂരുള്ള തൊഴിലാളി, കൃഷിക്കാരൻ, ഓട്ടോറിക്ഷ എടുക്കുന്നവൻ, ചുമടെടുക്കുന്നവൻ, അവന്റെ മകൾ നന്നായിട്ട് പഠിച്ചാൽ, അവന്റെ മകൾ നന്നായിട്ട് വിദ്യാഭ്യാസം നേടിയാൽ ആ കുട്ടിക്ക് മെറിറ്റിൽ പ്രവേശനം ലഭിക്കാൻ അർഹതയുണ്ടായാൽ കാശില്ല എന്ന കാരണത്താൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നിഷേധിക്കപ്പെട്ടാൽ പ്രിയപ്പെട്ടവര് മലയാളക്കരായെന്ന് പറയുന്ന മഹത്തായ ജനാധിപത്യ വിദ്യാഭ്യാസത്തിന്റെ പാരമ്പര്യമുള്ളതാണ്. ആ നാട്ടിൽ അത് അനുവദിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുമോ? ഇവിടെ ഇരിക്കുന്ന രക്ഷാകർത്താക്കൾ, ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന രക്ഷാകർത്താക്കൾ അതിസമ്പന്നരല്ലാത്ത സാധാരണക്കാരായ മലയാളി എന്റെ മകൾ പഠിപ്പിച്ചിട്ട് അവർക്കൊരു തൊഴിൽ നേടി എന്റെ കുടുംബത്തിന് താങ്ങായി തണലായി മാറാൻ ആ മക്കളുടെ വിദ്യാഭ്യാസം കൊണ്ട് കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷാകർത്താക്കളുള്ള ഈ നാട്ടിൽ വിദ്യാഭ്യാസം ഒരു കച്ചവടമായി മാറുന്നത് നോക്കി നിൽക്കാൻ കഴിയുമോ? സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്